ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയൊരു ചാപ്റ്റർ ആണ് കോൾഡ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. നമ്മൾ +2 ആദ്യത്തെ ചാപ്റ്റർ ആണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നീറ്റിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 4 ചോദ്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാറുള്ളത്. ഏകദേശം 16 മാർക്കാണ് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള സാധ്യത. ഒരുപാട് കോൺസെപ്റ്റുകൾ ഉണ്ട്, പക്ഷെ സിമ്പിൾ ആണ്, നമുക്ക് ഓരോന്നായിട്ട് അത് പഠിച്ചെടുക്കാവുന്നതാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. എന്താണ് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ? ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ കുറച്ച് ഫീച്ചേഴ്സ്, കുറച്ച് ഈവെന്റ്സ് ആൻഡ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം തമ്മിലുള്ള ഒരു വ്യത്യാസം, അതുപോലെയുള്ള വളരെ പെരിഫറൽ ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. സോ നമുക്ക് കിടക്കാം ഹ്യൂമൻ റീപ്രൊഡക്ഷനിലേക്ക്. അപ്പം നമുക്കറിയാം, നമ്മൾ +1 ഒരുപാട് ഫിസിയോളജി പഠിച്ചിട്ടുണ്ട് അല്ലേ? റെസ്പിറേറ്ററി ഫിസിയോളജി, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ നമ്മൾ പഠിച്ചു. അതേപോലെ സർക്കുലേഷനിൽ കാർഡിയാക് ഫിസിയോളജി നമ്മൾ പഠിച്ചു. അതുപോലെ നെർവസ് സിസ്റ്റത്തിനെ കുറിച്ച് പഠിച്ചു. ഇതെല്ലാം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫിസിയോളജീസ് ആണ് ഹ്യൂമൻ ബോഡീന്റെ അകത്തുള്ള. അപ്പൊ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ, അതായത് +1 പഠിച്ച ഈ ഒരു ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജി എന്ന് പറഞ്ഞ ചാപ്റ്റേഴ്സിലെ കംപ്ലീറ്റ് ഫിസിയോളജിയിലും ഏതെങ്കിലും ഒരു ഫിസിയോളജി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെ അത് സാരമായിട്ടുള്ള രീതിയിൽ ബാധിക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, കാർഡിയാക് ഫിസിയോളജി, ഒരാളുടെ ഹാർട്ട് വർക്ക് ചെയ്യാതെ ആയാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തിക്ക് പിന്നെ ജീവിക്കാൻ കഴിയില്ല അല്ലെ? അതായത് അയാൾ മരണപ്പെടും. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ഏത് ഫിസിയോളജി എടുത്താലും അതൊരു ഇൻഡിവിജ്വലിനെ ആ ഫിസിയോളജി വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സിവിയർ ആയിട്ട് ബാധിക്കും. പക്ഷേ നിങ്ങൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ഫിസിയോളജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരാളുടെ റീപ്രൊഡക്റ്റീവ് ഫിസിയോളജിക്ക് കാര്യമായിട്ടുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വർക്കിംഗ് അല്ല എങ്കിൽ ആ ഒരു ഇൻഡിവിജ്വലിനെ മേ ബി അത് ബാധിക്കില്ല. പക്ഷെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫിസിയോളജിയാണ് റീപ്രൊഡക്റ്റീവ് ഫിസിയോളജി. കാരണം ആ ഫിസിയോളജിക്ക് ഉണ്ടാക്കുന്ന ഡാമേജ്, അല്ലെങ്കിൽ ആ ഫിസിയോളജി വർക്ക് ആവാത്തത് കൊണ്ട് ഉണ്ടാവുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കുക, അതൊരു സ്പീഷീസ് ലെവലിലേക്ക് ഒതുങ്ങി നിൽക്കും. അപ്പൊ എന്താണ് റീപ്രൊഡക്റ്റീവ് ഫിസിയോളജിന്റെ റെലവൻസ് എന്ന് പറയുന്നത്? അടുത്ത ജനറേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള റോളാണ് റീപ്രൊഡക്റ്റീവ് ഫിസിയോളജിന്റെ റോൾ എന്ന് പറയുന്നത്. ശരിയാണല്ലോ? അപ്പൊ അതാണ് എനിക്കൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. സോ റീപ്രൊഡക്റ്റീവ് ഫിസിയോളജി ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇനി കമ്മിങ് ടു ഹ്യൂമൻ റീപ്രൊഡക്ഷൻ. ഹ്യൂമൻ റീപ്രൊഡക്ഷൻ നമുക്കറിയാം, ഹ്യൂമൻസ് ആർ സെക്ഷലി റീപ്രൊഡ്യൂസിങ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ് ഹ്യൂമൻസ് നടത്തുന്നത്. എന്താ റീപ്രൊഡക്ഷന് 2 ടൈപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാലോ. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ അല്ലെ? റീപ്രൊഡക്ഷൻ 2 ടൈപ്പ് ഉണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് ആൻഡ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. എന്താ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാല്, ഇവിടെ മെയിൽ ഗമീറ്റ് ആയിട്ടുള്ള സ്പേമും ഫീമെയിൽ ഗമീറ്റ് ആയിട്ടുള്ള ഓവവും ഇൻവോൾവ് ആണ്. അവര് തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ടാണ് അടുത്ത കുട്ടി ഉണ്ടാവുന്നത്, ഓസ്പ്രിങ് ഉണ്ടാവുന്നത്. അപ്പൊ ഇവിടെ എന്താ നടക്കുന്നുണ്ട്? ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് നടക്കുന്നുണ്ട്. ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ഇൻവോൾവ് ആയിട്ടുള്ള റീപ്രൊഡക്ഷൻ ആണ്. അങ്ങനെ ഫസ്റ്റ് സെൽ ആയിട്ടുള്ള സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ എല്ലാവരും ഉണ്ടായത്. അപ്പൊ ഇവിടെ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് നടക്കുന്നത്. സോ നമ്മളുടെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. ഇനി അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് നടക്കുന്നില്ല അല്ലെ? ബഡ്, ഓക്കെ, അതായത് മെയിൽ ഗമീറ്റും ഫീമെയിൽ ഗമീറ്റ്സ് ഒന്നും ഇൻവോൾവ് അല്ലാത്ത ടൈപ്പ് റീപ്രൊഡക്ഷൻ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇനി ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മള് വിവി പാരസ് ആണ്. നമ്മൾ ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചിട്ടുണ്ട്, വിവി പാരസ് ആയിട്ടുള്ള ആളുകളുണ്ട്, OV പാരസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലെ? ആരായിരുന്നു OV പാരസ് എന്ന് പറയുന്നത്? എഗ് ലേയിങ് ആയിട്ടുള്ള ആൾക്കാരാണ് OV പാരസ് എന്ന് പറയുന്നത്. ആരാണ് വിവി പാരസ് എന്ന് പറയുന്നത്? വിവി പാരസ് എന്ന് പറഞ്ഞാൽ പ്രസവിക്കുന്ന, ഗിവിംഗ് ബർത്ത് ടു പ്രസവിക്കുന്ന ഇൻഡിവിജ്വൽസിനെയാണ് നമ്മൾ വിവി പാരസ് എന്ന് പറയാം അല്ലെ? അപ്പം നമ്മൾ വിവി പാരസ് എന്ന് പറയാനുള്ള കാരണം എന്താ? നമ്മൾ അമ്മയുടെ ബോഡീന്റെ അകത്താണ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആക്കുന്നത്. ആൻഡ് ലിവിങ് വൺസിനെ, ഒരു കുട്ടി ജനിക്കുന്ന സമയത്ത് പ്രസവിക്കുകയാണ് ചെയ്യുന്നത്, ശരിയല്ലേ? വി ഡോണ്ട് ലേ എഗ്സ്. സോ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ഈസ് സെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് വി ആർ വിവി പാരസ് ആനിമൽസ്. ഇത് നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇനി അടുത്തത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ ഹ്യൂമൻ റീപ്രൊഡക്ഷന്റെ റീപ്രൊഡക്റ്റീവ് ഈവെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇപ്പൊ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ, നമ്മൾ സെക്ഷലി റീപ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണ്. സോ ഗമീറ്റ് ഫോർമേഷൻ അവിടെ നടക്കണം, ഗമീറ്റ്സ് ആർ ഇൻവോൾവ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്?
ഗമീറ്റ് ഫോർമേഷൻ. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഗമീറ്റ് ഫോർമേഷൻ. അതിനെയാണ് നമ്മൾ ഗമീറ്റോജെനിസിസ് എന്ന് പറയാ. അപ്പം ഗമീറ്റ് ഫോർമേഷനെയാണ് നമ്മൾ ഗമീറ്റോജെനിസിസ് എന്ന് പറയാ. ഇനി 2 ടൈപ്പ് ഗമീറ്റ്സ് ആണ് ഉള്ളത്. മെയിൽ ഗമീറ്റ് ആണ് സ്പേം ഫോർമേഷനെയാണ് നമ്മൾ സ്പെർമറ്റോജെനിസിസ് എന്ന് പറയാ. സ്പെർമറ്റോജെനിസിസ്. ഇനി ഫീമെയിൽ ഗമീറ്റിന്റെ പേരാണ് ഓവം. ഓവത്തിന്റെ ഫോർമേഷനെയാണ് നമ്മൾ oogenesis എന്ന് പറയുന്നത്. സോ ഗമീറ്റ് ഫോർമേഷൻ 2 ടൈപ്പ് ആണുള്ളത്. സ്പേം ഫോർമേഷൻ ആണ് സ്പെർമറ്റോജെനിസിസ് ആൻഡ് ഓവം ഫോർമേഷൻ ആണ് oogenesis എന്ന് പറയുന്നത്. അങ്ങനെ ഈ സ്പെർമറ്റോജെനിസിസും oogenesisഉം നടന്നു. അതായത് മെയിലിന്റെ ബോഡിയിൽ സ്പേമും ഫീമെയിലിന്റെ ബോഡിയിൽ ഓവവും ഉണ്ടായി. അതുകൊണ്ട് മാത്രം കുട്ടി ഉണ്ടാവുമോ? ഇല്ല. ഈ ഉണ്ടായിട്ടുള്ള സ്പേമിനെ ഫീമെയിലിന്റെ ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനെയാണ് നമ്മൾ ഇൻസെമിനേഷൻ എന്ന് പറയുക. സോ വാട്ട് ഈസ് ഇൻസെമിനേഷൻ? ട്രാൻസ്ഫർ ഓഫ് സ്പേം ഇൻടു ഫീമെയിൽസ്. ഫീമെയിലിന്റെ ബോഡിയിലേക്ക് അല്ലെങ്കിൽ ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക്, ഫീമെയിൽസ് ബോഡി അല്ലെങ്കിൽ ഫീമെയിലിന്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസെമിനേഷൻ എന്ന് പറയുക. അങ്ങനെ ഇൻസെമിനേഷൻ കഴിഞ്ഞു. അതായത് സ്പേം ഇപ്പൊ ഫീമെയിലിന്റെ ബോഡിയിൽ എത്തി. അടുത്തത് എന്താ നടക്കുക? അടുത്തത് സ്പേം ഈ പറയുന്ന ഫീമെയിൽ ഗമീറ്റ് ആയിട്ടുള്ള ഓവവുമായിട്ട് ഫ്യൂസ് ചെയ്യും. ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് നടക്കും. ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് അതിനെയാണ് നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയാ. അപ്പം എവിടെയാണ് ഈ ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് നടക്കുന്നത്? നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അത് ഫീമെയിലിന്റെ ഓവിഡക്റ്റിലാണ് അല്ലെങ്കിൽ ഫാലോപ്പിയൻ ട്യൂബിന്റെ ആംബ്യുള എന്ന് പറഞ്ഞ റീജിയനിലാണ്. നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ക്ലിയർ ആണല്ലോ കാര്യം. ഇനി ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് നടന്നാൽ, സ്പേമും ഓവവും ഫ്യൂസ് ചെയ്താൽ എന്തായി മാറും? സൈഗോട്ടായി മാറും. സൈഗോട്ട് പിന്നെ ഫർദർ ഡിവൈഡ് ചെയ്യും. സൈഗോട്ടിന് ഒരു ക്ലീവേജ് ഡിവിഷൻ സംഭവിക്കും. സൈഗോട്ട് എന്ന് പറയുന്നത് ആരാണ്? ഫ്യൂഷൻ കഴിഞ്ഞാൽ സൈഗോട്ട് ആവും എന്ന് പറഞ്ഞാൽ സൈഗോട്ട് ഒരു സിംഗിൾ സെല്ലാണ്. ശരിയാണല്ലോ. ഈ സിംഗിൾ സെല്ലിന് ക്ലീവേജ് ഡിവിഷൻ സംഭവിക്കും. 2 സെല്ലുള്ള സ്റ്റേജ് ആയി മാറും. അതുപോലെ 4 സെല്ലുള്ള സ്റ്റേജ് ആയി മാറും. 8 സെല്ലുള്ള സ്റ്റേജ് ആയി മാറും. 16 സെല്ലുള്ള സ്റ്റേജ് ആയി മാറും. ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോ സ്റ്റേജിലൂടെ കടന്നു പോകും. 8 മുതൽ 16 സെല്ലുള്ള സ്റ്റേജിനെയാണ് നമ്മൾ മോറുല എന്ന് വിളിക്കുക. ഓക്കെ. പിന്നെ മോറുലയ്ക്ക് ശേഷമുള്ള അടുത്തൊരു സ്റ്റേജ് ആണ് ബ്ലാസ്റ്റുല. അങ്ങനെ ഈ ബ്ലാസ്റ്റുല എന്ന് പറഞ്ഞ സ്റ്റേജ് നമ്മളുടെ യൂട്രസിന്റെ എൻഡോമെട്രിയം എന്ന് പറഞ്ഞ ലെയറിന്റെ അകത്ത് വന്ന് എംബഡഡ് ആയിട്ടിരിക്കും. അതിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയാ. അപ്പൊ എന്താണ് ഇംപ്ലാന്റഡ് ആവുന്നത്? ബ്ലാസ്റ്റുല എൻഡോമെട്രിയത്തിന്റെ അകത്ത് വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ടാണ് ഇംപ്ലാന്റേഷൻ സംഭവിക്കുന്നത്. അങ്ങനെ ഇംപ്ലാന്റേഷൻ സംഭവിച്ചാൽ ഈ ബ്ലാസ്റ്റുല അടുത്ത സ്റ്റേജസ് ആയിട്ടുള്ള ഗാസ്ട്രുല എന്ന് പറഞ്ഞ സ്റ്റേജിലേക്ക് കടക്കും. പിന്നെ കംപ്ലീറ്റ് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആക്കും. പിന്നീട് അപ്പൊ എന്താ നടക്കുന്നത്? ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ ഒരു കംപ്ലീറ്റ് എംബ്രിയോ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ശരിയല്ലേ? അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫീറ്റൽ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ജെസ്റ്റേഷൻ എന്ന് പറയാം. അപ്പം ഹ്യൂമൻസിന്റെ ജെസ്റ്റേഷൻ പീരീഡ് എത്രയാന്ന് ചോദിച്ചാൽ, എംബ്രിയോണിക് ഡെവലപ്മെന്റ് അഥവാ ഫീറ്റൽ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആവണമെങ്കിൽ എത്ര കാലയളവ് എടുക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും 9 months ആണ് എടുക്കുക. 9 months ആണ് എടുക്കുക. അറൌണ്ട് 40 weeks ആണ്. അല്ലെങ്കിൽ ഡേയിൽ പറയുകയാണെങ്കിൽ, ഡേന്റെ നമ്പർ ഓഫ് ഡേയ്സ് പറയുകയാണെങ്കിൽ 280 days ആണ് എടുക്കുക. അങ്ങനെ 9 മാസം കൊണ്ട് ഈ സൈഗോട്ട് കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്ത് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്ത് എംബ്രിയോ ആയി മാറി. എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് ഫീറ്റസ് ആയി മാറി. ഇപ്പൊ ഫുള്ളി ഡെവലപ്ഡ് ഫീറ്റസ് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിലുണ്ട്, യൂട്രസിന്റെ അകത്തുണ്ട്. അങ്ങനെ 280 ദിവസമൊക്കെ ആവുന്ന സമയത്ത് കുട്ടി പുറത്തേക്ക് വരും. നമ്മൾ കാഷ്വലി എന്താ പറയാ? ഡെലിവറി ഓഫ് ദ ബേബി എന്നാണ് പറയാ. അതിനെയാണ് ടെക്നിക്കലി പാർച്ചുറിഷൻ എന്ന് പറയുന്നത്. പാർച്ചുറിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡെലിവറി ഓഫ് ദ ബേബി. ഡെലിവറി ഓഫ് ദ ബേബിന്റെ ടെക്നിക്കൽ ടേം ആണ് പാർച്ചുറിഷൻ.
സോ ഇതാണ് റീപ്രൊഡക്റ്റീവ് ഈവെന്റ്സ് ഇൻ ഹ്യൂമൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഗമീറ്റ് ഫോർമേഷൻ ആണ് ഗമീറ്റോജെനിസിസ്. അത് കഴിഞ്ഞിട്ട് സ്പേമിനെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ ഫീമെയിലിന്റെ ബോഡിയിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻസെമിനേഷൻ എന്ന് പറയാ. ആഫ്റ്റർ ഇൻസെമിനേഷൻ ഇപ്പൊ സ്പേം എവിടെ ഉണ്ട്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ അകത്തുണ്ട്. ഓക്കെ, അതിന്റെ അകത്ത് ഫെലോപ്പിയൻ ട്യൂബിന്റെ ആംപ്യുള എന്ന് പറഞ്ഞ റീജിയനിൽ വെച്ച് അവര് ഫ്യൂസ് ചെയ്യും. ഫ്യൂഷൻ ഓഫ് ഗമീറ്റ്സ് ഈസ് കോൾഡ് ഫെർട്ടിലൈസേഷൻ. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഏത് സെല്ലാ ഫോം ചെയ്യുക? സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ സ്റ്റേജസിലൂടെ കടന്നു പോവും. ആദ്യത്തെ സ്റ്റേജ് 8 to 16 സെൽ ആയിട്ടുള്ള സ്റ്റേജ് ആണ്. അതാണ് മോറുല. മോറുല ഫർദർ ഡെവലപ്സ് ഇൻ ടു ബ്ലാസ്റ്റുല അല്ലെങ്കിൽ ബ്ലാസ്റ്റോസിസ്റ്റ്. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് ആണ് അല്ലെങ്കിൽ ബ്ലാസ്റ്റുലയാണ് എൻഡോമെട്രിയം എന്ന് പറഞ്ഞ യൂട്രസിന്റെ ഒരു ലെയറിൽ വന്നിട്ട് എംബഡഡ് ആയിട്ടിരിക്കുന്നത്, അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ആ അറ്റാച്ച്മെന്റിനെയാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ എന്ന് പറയാ. ഒരു ഫീമെയിൽ പ്രഗ്നന്റ് ആയി എന്ന് പറയുന്നത് ഇംപ്ലാന്റേഷൻ സംഭവിക്കുമ്പോഴാണ്. ക്ലിയർ അല്ലേ? ഇനി ഇംപ്ലാന്റേഷൻ കഴിഞ്ഞാൽ ഈ ബ്ലാസ്റ്റുല ഫർദർ ഡെവലപ്മെന്റിലേക്ക് കടക്കും. അങ്ങനെ 9 മാസം ഈ എംബ്രിയോ ഡെവലപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ കംപ്ലീറ്റ് എംബ്രിയോ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ ജെസ്റ്റേഷൻ എന്ന് പറയാ. ജെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എംബ്രിയോ ഡെവലപ്മെന്റ്. അതിനെടുക്കുന്ന സമയമാണ് ജെസ്റ്റേഷൻ പീരിയഡ്. അത് ഹ്യൂമൻസിലെ 9 months ആണ്. ആൻഡ് ആഫ്റ്റർ ജെസ്റ്റേഷൻ കുട്ടീനെ പുറത്തേക്ക് എക്സ്പെല് ചെയ്ത് പുറത്തേക്ക് വരും. അതിനെയാണ് നമ്മൾ ഡെലിവറി എന്ന് പറയാ, അല്ലെങ്കിൽ ടെക്നിക്കലി പാർച്ചുറിഷൻ എന്ന് പറയാ. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി മെയിൽ റീപ്രൊഡക്റ്റീവ് ഈവെന്റ്സും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഈവെന്റ്സും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഇൻട്രഡക്ടറി പാർട്ട് തീർക്കാം. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ മെയിൽ വേഴ്സസ് ഫീമെയിൽ, എന്താണ് മെയിലും ഫീമെയിലും തമ്മിലുള്ള റീപ്രൊഡക്റ്റീവ് ഈവെന്റ്സിലുള്ള വ്യത്യാസം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നോക്ക്. മെയിലിന്റെ സ്പേം ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് സമയത്താണ്? സ്പെർമറ്റോജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബേർട്ടിയിലാണ്. പ്യൂബേർട്ടി മുതൽ എത്ര സമയം വരെയാണ്, എത്ര വയസ്സ് വരെ സ്പേം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ചോദിച്ചാല് ആ ആള് മരിക്കുന്നവരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ലൈഫ് ലോങ് ആയിട്ട് സ്പെർമറ്റോജെനിസിസ് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, പക്ഷേ ഊജെനിസിസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഊജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പെൺകുട്ടി ജനിക്കുന്നതിന് മുൻപാണ്. അതായത് ഒരു പെൺകുട്ടി എംബ്രിയോ ആയിരിക്കുമ്പോ തന്നെ ആ എംബ്രിയോന്റെ അകത്ത് ഊജെനിസിസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കാനുണ്ട് ഈ ചാപ്റ്ററിൽ. സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു പെൺകുട്ടി പ്യൂബേർട്ടി ഒക്കെ അറ്റൈൻ ചെയ്യുന്ന സമയത്താണ് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്യൂബേർട്ടിയിലാണ് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഊജെനിസിസ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഊജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്യൂബേർട്ടിയിലല്ല. എപ്പോഴാണ്? ഈവൻ ബിഫോർ ബർത്ത് ആണ്. അതായത് എംബ്രിയോ ആയിരിക്കുമ്പോ തന്നെ ഒരു ഫീമെയിലിന്റെ അകത്ത് എന്ത് നടക്കുന്നുണ്ട്? ഊജെനിസിസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? പ്യൂബേർട്ടി എത്തുമ്പോഴാണ്. അങ്ങനെ പ്യൂബേർട്ടി എത്തിയപ്പോ എന്ത് സ്റ്റാർട്ട് ചെയ്തു? ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്തു. എന്താ ഓവുലേഷൻ എന്ന് പറഞ്ഞാല്? മെച്യൂർ ആയിട്ടുള്ള ഓവം പുറത്തേക്ക് റിലീസ് ചെയ്യുന്നതിന്, ഓവറിയിൽ നിന്നും ഓവം റിലീസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഓവുലേഷൻ എന്ന് പറയാ. ഫസ്റ്റ് ഓവുലേഷൻ നടക്കുന്നത് പ്യൂബേർട്ടിന്റെ സമയത്താണ്. ഫസ്റ്റ് ഓവുലേഷനെയാണ് നമ്മൾ മെനാർക്ക് എന്ന് പറയുന്നത്. ശരിയല്ലേ? എത്ര കാലം ഈ ഓവുലേഷൻ നീണ്ടു നിൽക്കുമെന്ന് ചോദിച്ചാൽ ഒരു ഫീമെയിലിന്റെ അകത്ത് ലൈഫ് ലോങ് ആയിട്ട് ഓവുലേഷൻ നിൽക്കുമോ? ഇല്ല. എത്ര കാലം മാത്രമേ നീണ്ടു നിൽക്കുള്ളൂ? ഏകദേശം ഒരു 50 വയസ്സ് വരെ, അറ്റ് അറൌണ്ട് 50 വരെയാണ് ഓവുലേഷൻ ഉണ്ടാവുക. അപ്പോഴാണ് അവസാനത്തെ മെൻസ്ട്രേഷൻ നടക്കുക. ആൻഡ് ഫൈനൽ മെൻസ്ട്രേഷൻ ഈസ് കോൾഡ് മെനോപോസ്. ഫസ്റ്റ് മെൻസ്ട്രേഷനെ നമ്മൾ എന്താ പറയാ? ഫസ്റ്റ് മെൻസ്ട്രേഷൻ പ്യൂബേർട്ടിന്റെ സമയത്തല്ലേ ഫസ്റ്റ് മെൻസ്ട്രേഷൻ ഉണ്ടാവുക. ഫസ്റ്റ് മെൻസ്ട്രേഷനെയാണ് നമ്മൾ മെനാർക്ക് എന്ന് പറയാ. ഓക്കെ, സോ എന്താണ് മെയിലും ഫീമെയിലും തമ്മിലുള്ള റീപ്രൊഡക്റ്റീവ് ഈവെന്റ്സിലുള്ള വ്യത്യാസം എന്ന് കണ്ടോ? സ്പെർമറ്റോജെനിസിസ് പ്യൂബേർട്ടിയിൽ സ്റ്റാർട്ട് ചെയ്താൽ ഒരു പുരുഷൻ മരിക്കുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും. ഇനി ഒരു ഊജെനിസിസ് ആണെന്നുണ്ടെങ്കിൽ ഈവൻ ബിഫോർ ഒരു പെൺകുട്ടി ജനിക്കുന്നതിന്റെ മുന്നേ സ്റ്റാർട്ട് ചെയ്യും. അതായത് എംബ്രിയോ ഡെവലപ്മെന്റിന്റെ സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? പ്യൂബേർട്ടിന്റെ സമയത്താണ്. ഓവുലേഷൻ എൻഡ് ചെയ്യുന്നത് അറ്റ് അറൌണ്ട് 50 ആണ്. സോ മെനാർക്കിന്റെയും മെനോപോസിന്റെയും ഇടയിലാണ് ഓവുലേഷൻ നടക്കുള്ളൂ. ഇനി ഈ മെനോപോസിന് ശേഷം
ഓവറിക്കകത്ത് ഓവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ഓവവും ഉണ്ടായിരിക്കില്ല. അപ്പൊ 50 വയസ്സ് വരെ മാത്രമേ ഓവം ഒരു ഫീമെയിലിന്റെ ബോഡിയിൽ ഉണ്ടായിരിക്കത്തുള്ളൂ. അപ്പൊ ഇതാണ് ഫണ്ടമെന്റൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പം ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞ എല്ലാ കോൺസെപ്റ്റുകളും നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സംശയം ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ഇതിന്റെ ബാക്കിയുള്ള കോൺസെപ്റ്റുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.